നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടനും കൈവും തമ്മിലുള്ള ഒരു കരാർ അനുസരിച്ച് UK പ്രതിരോധ കേന്ദ്രങ്ങൾ, റെയിൽവേകൾ, ഊർജ്ജ നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന പ്രതിഷേധക്കാർക്കെതിരെ വിദേശ രാജ്യങ്ങളെയും തടയാൻ ഉക്രൈനിൽ യുദ്ധകള ഡാറ്റയിൽ പരിശീലനം ലഭിച്ച AI മോഡലുകൾ ഉപയോഗിക്കും. പുതിയ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതിനായി ഉക്രൈനിലെ അവഞ്ചേഴ്സ് AI ലാബിൽ നിന്നുമുള്ള വിപുലമായ ഡാറ്റയിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് പ്രവേശനം നൽകും. ഇത് UKയിൽ ഇത്തരത്തിലുള്ള ആദ്യ കരാറാണ്. പ്രതിഷേധക്കാരെയോ ശത്രുതാപരമായ ഭരണകൂട ആക്രമണത്തെയോ തിരിച്ചറിയുന്നതിനുള്ള ഒരു മാതൃക നിർമ്മിക്കുന്നതിനായി UKയിലെ ഒരു പ്രതിരോധ കേന്ദ്രത്തിലാണ് ഈ പദ്ധതി പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക. വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ കണ്ടെത്തുന്നതിന് കുഴിച്ചിട്ട ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളിൽ AI ഒപ്റ്റിമൈസ് ചെയ്ത സെൻസറുകൾ ഇത് ഉപയോഗിക്കുന്നു. UK ഗവൺമെന്റും ഉക്രൈനിലെ അവഞ്ചേഴ്സ് AI ലാബും തമ്മിലാണ് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തന്ത്രപ്രധാന വിവരങ്ങളും ഡ്രോൺ ഡാറ്റയും UKയിലെ സ്വകാര്യ AI കമ്പനികൾ ലഭ്യമാക്കും. കുഴിച്ചിട്ട ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളിലെ ചലനങ്ങൾ വിശകലനം ചെയ്ത് പ്രതിഷേധക്കാരെയും മറ്റ് സുരക്ഷാ ഭീഷണികളെയും തിരിച്ചറിയുന്ന AI സെൻസറുകൾ വികസിപ്പിക്കാനാണ് പദ്ധതി. പ്രതിരോധ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് കമ്പനികളായ സിൻഡല, മൈൻഡ് ഫൗണ്ടറി, സ്കൈറൽ എന്നിവരുമായി ചേർന്ന് ആദ്യഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചു. മുൻപ് RAF ബ്രൈസ് നോൾട്ടൺ വ്യോമസേന താവളത്തിലേക്ക് പലസ്തീൻ ആക്ഷൻ പ്രവർത്തകർ അതിക്രമിച്ചു കയറി വിമാനങ്ങളിൽ പെയിന്റടിച്ച സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. യുദ്ധകളത്തിലെ ഡാറ്റയും പ്രതിരോധ സംവിധാനങ്ങളും പ്രതിഷേധക്കാരെ തടയാൻ ഉപയോഗിക്കുന്നത് സ്വകാര്യത അവകാശ പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ സെക്കൻഡറി സ്കൂളുകളിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് റിപ്പോർട്ട്. ജാമി ഒലിവർ സ്ഥാപിച്ച ഭക്ഷ്യ ചാരിറ്റി ബൈറ്റ് ബാക്ക് 391 സർക്കാർ സ്കൂളുകളിലെ ഭക്ഷണ മെനുകൾ പരിശോധിച്ചതിൽ 4-ൽ 3 സ്കൂളുകളിലും കുറഞ്ഞത് ഒരു ചട്ടലംഘനമെങ്കിലും കണ്ടെത്തി. ചിപ്സ്, ബർഗർ, ഹാഷ് ബ്രൗൺ തുടങ്ങിയ കൊഴുപ്പും ഉപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങൾ അനുവദനീയമായതിലും അധികം തവണ നൽകുന്നതായി പ്രധാന കണ്ടെത്തൽ. 206 സ്കൂളുകളിൽ, അതായത് 53%, ചിപ്സ്, ഓറിയോസ്, ചോക്ലേറ്റ് ബാറുകൾ, പേസ്ട്രികൾ തുടങ്ങിയ കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ലഘുഭക്ഷണമായി വിൽക്കുന്നതായി കണ്ടെത്തി. 224 സ്കൂളുകളിൽ ബർഗർ, നഗറ്റ്സ്, സോസേജ് തുടങ്ങിയ മാംസ വിഭവങ്ങൾ ആഴ്ചയിൽ അനുവദിച്ചിരിക്കുന്ന 2 തവണയേക്കാൾ കൂടുതലായി നൽകി. ഹാഷ് ബ്രൗൺ 144 സ്കൂളുകളിലും അനുവദനീയമായതിലധികം തവണ മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു. 123 സ്കൂളുകൾ ഡെസേർട്ടുകളിലും ബേക്കറി വിഭവങ്ങളും നിരോധിച്ചിട്ടുള്ള ചോക്ലേറ്റും ഉപയോഗിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം ഭക്ഷണ രീതികൾ ആശങ്കാജനകമാണെന്ന് ആരോഗ്യ പ്രവർത്തകരും ഭക്ഷണരംഗത്തെ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടി. അതേസമയം കിറ്റ്കാറ്റ്, ഹരിബോ, മാൾട്ടീസേഴ്സ് തുടങ്ങിയ മിഠായികൾ നേരിട്ട് വിൽക്കുന്നതിനുള്ള നിരോധനം ലംഘിച്ച സ്കൂളുകൾ 8 മാത്രമാണ്. നിരോധിത പഞ്ചസാര പാനീയങ്ങൾ വെച്ചുള്ള 3 സ്കൂളുകളിലും മാത്രം കണ്ടെത്തി. അടുത്ത അധ്യയന വർഷം മുതൽ സൗജന്യ സ്കൂൾ ഭക്ഷണത്തിന്റെ പരിധി വിപുലീകരിക്കുന്നതിനൊപ്പം ഭക്ഷണചട്ടങ്ങൾ ശക്തമാക്കാനും നിയമലംഘനങ്ങൾ തടയാൻ കർശനമായ പരിശോധനാ സംവിധാനവും ഓരോ സ്കൂളുകളും ഭക്ഷണ നയവും മെനുവും ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കണമെന്ന വ്യവസ്ഥയും കൊണ്ടുവരാനാണ് സർക്കാരിന്റെ നീക്കം. ജയിലിൽ നിന്നും മോചിതരാകുന്ന ഗുരുതര കുറ്റവാളികൾക്കായി നിയന്ത്രണ മേഖലകൾ ഏർപ്പെടുത്തുമെന്ന പദ്ധതിയുടെ വ്യക്തമായ വിശദാംശങ്ങൾ നീതിന്യായ മന്ത്രാലയം പുറത്തുവിടാത്തതിൽ വ്യാപക വിമർശനം. ഇംഗ്ലണ്ടിലും വെയിൽസിലും ഒക്ടോബറിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി പ്രകാരം ഗുരുതരമായ ആക്രമണങ്ങൾ നടത്തുന്ന കുറ്റവാളികളെ ഇരകളുടെ വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ സമീപമുള്ള പ്രത്യേക മേഖലകളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടയും. ഇതിനായി ഇലക്ട്രോണിക് ടാഗറിംഗ് സംവിധാനം ഉപയോഗിക്കും. പ്രവർത്തന സംവിധാനം പൂർണ്ണമായും തയ്യാറാക്കുന്നതിന് മുൻപ് വലിയ വാർത്താ പ്രാധാന്യം നേടാൻ മാത്രമാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ മേഖലകളുടെ വ്യാപ്തി എത്രയായിരിക്കും? നിയന്ത്രണ മേഖലകൾ ലംഘിച്ചാൽ എന്ത് നടപടിയുണ്ടാകും? പ്രൊബേഷൻ സർവീസുകൾക്ക് ഇത് നിരീക്ഷിക്കാനുള്ള ശേഷിയുണ്ടോ? തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾക്ക് മന്ത്രാലയം വ്യക്തത നൽകിയിട്ടില്ല. വ്യക്തതയില്ലാത്ത വാർത്തകൾ ജയിൽ മോചിതരാകുന്ന കുറ്റവാളികളിൽ നിന്നും ഭീഷണി നേരിടുന്ന ഇരകളിൽ കൂടുതൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുമെന്നും ഗാർഹിക പീഡനത്തിനെതിരെ പോരാടുന്ന റിയാനോ ബർഗ്, ഹെർഗട്ടിബാർക്ക്, ഞാറ്റൻ തുടങ്ങിയ പ്രമുഖ പ്രവർത്തകർ വ്യക്തമാക്കി. മന്ത്രാലയം വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുമെന്നും ഇരകളുടെ സംഘടനകളുമായി ചേർന്ന് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും അറിയിച്ചു. ലണ്ടൻ ഗാറ്റ്വിക് വിമാനത്താവളത്തിലെ യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന തേർഡ് പാർട്ടി കാർ പാർക്കിംഗ് സ്ഥലമായ കാൽഡെയ്ൻ ബിസിനസ് പാർക്കിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ.
ശനിയാഴ്ച രാത്രിയാണ് വൻ തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ ഏകദേശം 140ഓളം വാഹനങ്ങൾ കത്തിനശിച്ചു. കൂടാതെ സമീപത്തെ സ്ഥാപനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും 2000-ലധികം വീടുകളിലും ബിസിനസ്സുകളിലും വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തു. മനഃപൂർവ്വം തീയിട്ടതാണെന്ന സംശയത്തിൽ 67 വയസ്സുള്ള ഒരാളെ സക്സസ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഇയാളെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഫയർഫോഴ്സിന് മുമ്പ് വാഹനങ്ങൾ സംഭാവന നൽകിയിരുന്ന ബ്രേക്ക് ഡൗൺ റിക്കവറി സ്ഥാപനങ്ങൾക്കും BS ബാങ്കർ റേസിംഗ് ടീമിനും തീപിടുത്തത്തിൽ വലിയ നഷ്ടം സംഭവിച്ചു. ഇത് ഗാറ്റ്വിക് വിമാനത്താവളത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കാർ പാർക്കിംഗ് അല്ല എന്ന് അധികൃതർ വ്യക്തമാക്കി. വാഹനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ച യാത്രക്കാർ അതത് പാർക്കിംഗ് ഓപ്പറേറ്റർമാരെ നേരിട്ട് ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യാനോ 1504 എന്ന സീരിയൽ നമ്പർ ഉദ്ധരിച്ച് 101 എന്ന നമ്പറിലേക്ക് വിളിക്കാനോ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. UK-യിൽ സർവകലാശാല പഠനം പൂർത്തിയാക്കി തൊഴിൽ വിപണിയിലേക്ക് എത്തുന്നവർക്കുള്ള ജോലി അവസരങ്ങൾ ഒരു ദശാബ്ദത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുന്നതായി റിപ്പോർട്ട്. റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റായ അഡ്സുനയുടെ കണക്കുകൾ അനുസരിച്ച് ജൂലൈയിൽ ഗ്രാജുവേറ്റുകൾക്കായി പരസ്യം ചെയ്ത ഒഴിവുകൾ 8383 മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 45% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2017-ൽ 55,000-ലധികം ഗ്രാജുവേറ്റ് തസ്തികകൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോഴത്തെ കനത്ത തിരിച്ചടി. സെപ്റ്റംബറിൽ 2,62,820 പേർ സർവകലാശാലകളിലേക്ക് പ്രവേശിക്കാനിരിക്കെയാണ് തൊഴിൽ വിപണിയിലെ ഈ പ്രതിസന്ധി ഉടലെടുത്തത്. ആരോഗ്യ സംരക്ഷണം, നഴ്സിംഗ്, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലും ഒഴിവുകൾ കുറഞ്ഞതായി അഡ്സുന ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ ഇൻഷുറൻസ് സംഭാവനകളും മിനിമം വേതനവും ഉയർന്നതോടെ കമ്പനികൾ നിയമനം വെട്ടിക്കുറച്ചതാണ് പ്രധാന കാരണം. ഇതിനു പുറമെ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പകരം ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളിലേക്ക് നിക്ഷേപം മാറ്റുന്നതും തൊഴിൽ അവസരങ്ങളെ ബാധിക്കുന്നുണ്ട്. എന്നാൽ അധ്യാപനം, യാത്രാമേഖല, വ്യാപാരം, നിർമ്മാണം എന്നിവയിൽ ഗ്രാജുവേറ്റുകൾക്കുള്ള അവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. നിർമ്മാണ മേഖലയ്ക്കൊപ്പം മാനുഫാക്ചറിംഗ് രംഗത്തും പുതിയ ഒഴിവുകൾ ഉയരുന്നത് പ്രതീക്ഷ നൽകുന്ന സൂചനയാണെങ്കിലും മറ്റു മേഖലകളിലെ സാഹചര്യം 3 മാസം മുൻപത്തേക്കാൾ മോശമായതായും അഡ്സുന സഹസ്ഥാപകൻ ആൻഡ്രൂ ഹക്കണ്ടർ പറഞ്ഞു. തൊഴിൽ രഹിതരായ യുവാക്കളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ ഈ പ്രവണത യുവാക്കൾക്കിടയിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും നിരാശയും വർദ്ധിപ്പിക്കുകയാണ്. UK മലയാളികൾക്ക് ഓണം ബമ്പറായി രൂപയ്ക്കെതിരെ പൗണ്ട് മൂല്യം റെക്കോർഡിൽ. ഒരു പൗണ്ടിന്റെ മൂല്യം 130.50 രൂപ എത്തി. അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യമാണ് ഇതിന് പ്രധാന കാരണം. തുടർച്ചയായി 4ാമത്തെ ആഴ്ചയാണ് പൗണ്ട് വില ഉയർത്തി വിനിമയ വിപണിയിൽ കരുത്തു കാണിക്കുന്നത്. എന്നാൽ നാണയപ്പെരുപ്പം ചെറുക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് ഉയർത്തിയാൽ പൗണ്ടിന്റെ വിലയിൽ മാറ്റമുണ്ടാകും. അടുത്ത മാസം 17-ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിരക്ക് നിശ്ചയിക്കാനുള്ള യോഗം ചേരും. ഇത് നിർണായകമാണ്. നാണയപ്പെരുപ്പം 2.9% ഉയർന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് നേട്ടമാകുമ്പോൾ നാട്ടിൽ നിന്നും പണം അയക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും തിരിച്ചടിയാണ്. പഠനത്തിനെത്തിയ വിദ്യാർത്ഥികൾക്ക് രൂപയിൽ നിന്നുമുള്ള വിനിമയ നിരക്കിലെ വർധനവ് വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് വർധനവ് വലിയ നേട്ടമാവുകയും ചെയ്യും. അന്താരാഷ്ട്ര വിനിമയ വിപണിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലെത്തിയതോടെ ഗൾഫ് രാജ്യങ്ങളിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഇന്ത്യൻ പ്രവാസികൾക്ക് ഇത് സാമ്പത്തികമായും അനുകൂലമായ സാഹചര്യമാണ്. യുദ്ധഭീതിയിലും യാത്രാ തടസ്സങ്ങളും നിലനിൽക്കുന്നതിനിടയിലും രൂപയുടെ ഇടിവ് ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ. 2023 മാർച്ചിൽ ഒരു പൗണ്ടിന്റെ മൂല്യം 97 ഇന്ത്യൻ രൂപയായി കുറഞ്ഞിരുന്നു. ഏപ്രിൽ പക്ഷേ വിനിമയ മൂല്യം 100 കടന്നു. 2024 ഓഗസ്റ്റിൽ 110 രൂപയിലെത്തി. ഏറ്റക്കുറച്ചിലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്നത്. കുടുംബമായി UK-യിൽ സ്ഥിരതാമസമാക്കിയവർ ജോലി ചെയ്ത് കിട്ടുന്ന തുക ഇവിടെ തന്നെ ചിലവഴിക്കുകയാണ് പതിവ്. ഇവർക്ക് UK പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം ഉയർന്നത് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ ഇടയില്ല. മൗണ്ട് ജാരയുടെ നിർമ്മാതാക്കളായ എല്ലി ലില്ലിയുടെ വികസിപ്പിച്ച പുതിയ ഭാരം കുറയ്ക്കൽ ഗുളികയായ ഫൗണ്ടായോ ബ്രിട്ടനിൽ ലഭ്യമായി തുടങ്ങി. ദിവസത്തിൽ ഒരു തവണ കഴിക്കാവുന്ന ഗുളികയ്ക്ക് 2 ആഴ്ച മുമ്പാണ് ബ്രിട്ടീഷ് റെഗുലേറ്റർമാർ അനുമതി നൽകിയത്. നിലവിൽ സ്വകാര്യ പ്രിസ്ക്രിപ്ഷൻ വഴിയാണ് മരുന്ന് ലഭിക്കുക. അമിത വണ്ണമോ അമിത ഭാരത്തോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ഓൺലൈൻ ഹൈ സ്ട്രീറ്റ് ഫാർമസികൾ വഴി വിലയിരുത്തലിന് അപേക്ഷിക്കാം. ഏകദേശം കുറഞ്ഞ 0.8 മില്യൺ ഗ്രാം ഡോസിന് ആദ്യ മാസത്തിൽ ഏകദേശം
64 പൗണ്ടും ഉയർന്ന് 17.2 മില്ലിഗ്രാം ഡോസിന് 169 പൗണ്ടുമാണ് ചിലവ്. ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ 72 ആഴ്ചയ്ക്കിടെ ശരീരഭാരത്തിൽ ശരാശരി 12% കുറവുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മൗണ്ട്ജാരോയിലൂടെ റിപ്പോർട്ട് ചെയ്ത 20% വരെ ഭാരക്കുറവിനെ അപേക്ഷിച്ച് ഇത് കുറവാണ്. ഭക്ഷണത്തിനോ പാനീയത്തിനോ ഒപ്പം കഴിക്കണമെന്ന നിബന്ധനയില്ലാത്തതും ദിവസത്തിൽ ഏതു സമയത്തും ഉപയോഗിക്കാം എന്നതുമാണ് പുതിയ ഗുളികയുടെ പ്രധാന പ്രത്യേകത. NHSൽ മരുന്ന് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സേവന നിരീക്ഷണ ഏജൻസിയായ നൈസുമായി ചർച്ചകൾ നടക്കുകയാണെന്നും എലി ലില്ലി പറഞ്ഞു. അതേസമയം എതിരാളിയായ നോവോനോക്സിന്റെയും വെർഗോവി ഗുളിക ജൂണിൽ ബ്രിട്ടൻ പുറത്തിറക്കിയിരുന്നു. പുതിയ രോഗികൾക്കായി ബൂട്ട്സ് ഓൺലൈൻ ഡോക്ടർ സേവനം നൽകുന്ന പ്രിസ്ക്രിപ്ഷനുകളിൽ 47% നിലവിലെ വെഗോവി ഗുളികകൾക്കാണെന്നും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഡേവിഡ് ഗിൻ പറഞ്ഞു. മിഡിൽസ്ബറോയ്ക്ക് സമീപം A66 പാതയിൽ തെറ്റായ ദിശയിൽ വന്ന ഫോക്സ്വാഗൻ പാസഞ്ചർ കാർ പോലീസ് വാഹനവുമായി കൂട്ടിയിടിച്ച് 2 പോലീസ് ഉദ്യോഗസ്ഥരും കാറിലുണ്ടായിരുന്ന 5 യുവാക്കളും ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ 12 പേർ അറസ്റ്റിലായി. അപകടത്തിന് വഴിതെളിച്ച സംഭവങ്ങളെക്കുറിച്ചുള്ള വ്യാപകമായ അന്വേഷണത്തിന്റെ ഭാഗമായി 19നും 61നും ഇടയിൽ പ്രായമുള്ള 9 പുരുഷന്മാരെയും 3 സ്ത്രീകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട 5 യുവാക്കൾക്കും ഗുരുതരമായ സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കി. അറസ്റ്റിലായവർക്കെതിരെ സംഘടിത കുറ്റകൃത്യം, ആയുധങ്ങൾ കൈവശം വെക്കൽ, മയക്കുമരുന്ന് വിതരണം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അപകടകരവും അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ് വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രവണതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം അപകടകരമായ വീഡിയോകൾ ടെക് കമ്പനികളും ഓഫ്കോമും മുൻകൂട്ടി കണ്ടെത്തി നീക്കം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുമെന്നും സർക്കാർ വ്യക്തമാക്കി. കൗൺസിൽ എസ്റ്റേറ്റിലൂടെ അപകടകരമായ വേഗതയിൽ ഒരു ഹോണ്ട കാർ ഓടിച്ചുകൊണ്ടുപോയി പിന്നീട് ഇടുങ്ങിയ ഗ്രാമീണ റോഡിലൂടെ സഞ്ചരിക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ 2.5 ദശലക്ഷം തവണ കണ്ടതായും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. യൂട്യൂബിൽ ഉടമസ്ഥരായ ഗൂഗിൾ അഭിപ്രായം ചോദിച്ചതിനു ശേഷം അക്കൗണ്ട് അവസാനിപ്പിച്ചു. അപകടത്തിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ നടന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വ്യാപകമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റുകൾ ഉണ്ടായത്. ഡർഹാം, നോർത്തുംബ്രിയ, നോർത്ത് യോർക്ക്ഷയർ പോലീസ് സേനകളിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും സഹായത്തോടെയാണ് ഇത് നടന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോക്സ്വാഗൻ പസാറ്റിലെ യാത്രക്കാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന ഒരു വോൾവോ XC60 തിരിച്ചറിയുകയും കണ്ടെടുക്കുകയും ചെയ്തതായും പോലീസ് കൂട്ടിച്ചേർത്തു. പ്രമുഖ ആഫ്രിക്കൻ വന്യജീവി ചാരിറ്റിയായ ആഫ്രിക്കൻ പാർക്കുകളുടെ ബോർഡ് ഓഫ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും സക്സസ് ഡ്യൂക്ക് പ്രിൻസ് ഹാരി രാജിവെച്ചു. അതേസമയം രാജിവെച്ചെങ്കിലും ആഫ്രിക്കൻ പാർക്കുകളുടെ ദൗത്യത്തോടും വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങളോടുമുള്ള തന്റെ പിന്തുണയും പ്രതിബദ്ധതയും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചാരിറ്റിയുടെ കീഴിലുള്ള ഓട്സാലോ കൊക്കോവ ദേശീയ ഉദ്യാനത്തിലെ റേഞ്ചർമാർ തദ്ദേശീയരായ ബക്ക സമുദായത്തിന് നേരെ മർദ്ദനവും ബലാത്സംഗവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയതായി സ്വതന്ത്ര അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നീക്കം. 2023 ബോർഡ് അംഗമാകുന്നതിന് മുമ്പ് 6 വർഷത്തോളം അദ്ദേഹം ഈ ചാരിറ്റിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജിവെച്ചെങ്കിലും ആഫ്രിക്കൻ പാർക്കുകളുടെ ദൗത്യത്തോടും വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങളോടുമുള്ള തന്റെ പിന്തുണയും പ്രതിബദ്ധതയും തുടരുമെന്നും അദ്ദേഹത്തിന്റെ വക്താവ് വ്യക്തമാക്കി. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് പ്രിൻസ് ഹാരിയും മേഗൻ മാർക്കിളും തങ്ങളുടെ മക്കളോടൊപ്പം കാലിഫോർണിയയിൽ നിന്നും UK താമസം മാറ്റാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിച്ചു വരുന്ന മോഹൻജി ഫൗണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും സംയുക്തമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. 2026 ഓഗസ്റ്റ് 28 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ തോണ്ടൻഹീത്തിലുള്ള വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്നേ ദിവസം വൈകിട്ട് 6 മണി മുതൽ GSS ടീം അവതരിപ്പിക്കുന്ന നൃത്തം, നാരായണീ പാരായണം, രക്ഷാബന്ധൻ, തുടർന്ന് ദീപാരാധനയും ശേഷം അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.